പ്രമോദ് പെരുന്നോണയാണ്. സതീശേട്ടനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ സതീശേട്ടൻ പറഞ്ഞു, ഇൻവെസ്റ്റേഴ്സുമായിട്ട് കൊച്ചിയിൽ വെച്ച് ചർച്ച ചെയ്തു, അത് നിങ്ങളടുത്ത് പറയണ്ട. അതന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള മാനദണ്ഡം. അതന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയരുത്. പിണറായി വിജയനെ പോലെ ഒരു ഇൻവെസ്റ്ററുമായിട്ടാണ് സംസാരിക്കുക, അത് പത്രക്കാർക്ക് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഫാക്ടറികളും ഇതൊക്കെ കൊണ്ടുവരിക. അതൊന്നും അല്ല. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, റോഡ് പാലങ്ങൾ കൊണ്ടുവരിക, ആസ്പത്രികൾ ഉണ്ടാക്കുക, ഇതൊന്നും അല്ല വേണ്ടത്. സതീശേട്ടൻ ചെയ്തതാണ് അതിൻ്റെ ശരി. നമ്മളെപ്പോഴും രഹസ്യമായിട്ട് വെക്കണം എല്ലാ കാര്യം. രഹസ്യമാക്കി വെക്കാത്തത് പാലക്കാട്ടെ മുൻ MLA കാര്യങ്ങൾ കണ്ടില്ലേ? രഹസ്യമാക്കി വെക്കാത്തതുകൊണ്ട് പറ്റിയതല്ലേ? അതുകൊണ്ടാണല്ലോ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. അത് പിന്നെ ഏത് കാര്യവും രഹസ്യമാക്കി വെക്കണം. ഇപ്പം നമ്മൾ വയനാട് വീട് കൊടുക്കാറുണ്ട്, രഹസ്യമല്ലേ? വളരെ രഹസ്യം. ഇന്നേ വരെ നമ്മൾ വീട് കൊടുത്തിട്ടില്ലല്ലോ. സ്ഥലം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പത്രക്കാരും സഹാക്കന്മാരും ഒക്കെ കൂടി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് സ്ഥലമായത്. അതും നമ്മൾ രഹസ്യമാക്കി അതിലത്തെ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതും ഇതൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്തു? രഹസ്യമാക്കി വെച്ചു. അതിൻ്റെ മുമ്പ് 1000 വീട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തിട്ടില്ലല്ലോ. രഹസ്യമാണത്. കൊടുക്കുമ്പോഴേ അറിയാവൂ. നമ്മളൊരാളെടുത്തും പിന്നെ ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ കൊട്ടി ഘോഷിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ആൾക്കാരെയൊക്കെ കൂടി ഒരു മോഹവലയത്തിലൊക്കെ, അതൊന്നും അല്ല നമ്മളെ പരിപാടി. നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. അതാ വേണ്ട. നമ്മൾ 1000 വീട് കൊടുക്കാറുണ്ടോ? ഇന്നേ വരെ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കൂല. അതേപോലെ വയനാട് വീട് കൊടുക്കില്ല. നമ്മൾ സ്ഥലം ഉണ്ടല്ലോ, സ്ഥലം കാണിക്കുക, വളരെ രഹസ്യമായിട്ട് ആ സ്ഥലങ്ങൾ മാത്രം കാണിച്ചു കൊടുക്കുക, അത്രേ പാടും. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും നമ്മൾ രഹസ്യത എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ മംഗലാപുരത്ത് പോയി തെരഞ്ഞെടുപ്പ് പിന്നെ ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് മംഗലാപുരത്ത് പോയി പിന്നെ അദാനിയുടെ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എന്തിനാണ് അവർ രഹസ്യമാക്കി വെച്ചത്? നമ്മൾ രഹസ്യമാക്കി വെക്കണം ഏത് കാര്യം. ഇനി മറ്റേ മോഡീനെ കാണാൻ വേണ്ടി പോവും, PM ശ്രീ കൊണ്ടുവരും, പിന്നെ ഇതൊക്കെ രഹസ്യമായ അജണ്ടകൾ നടപ്പിലാക്കും കേരളത്തിൽ. നിങ്ങൾ കണ്ടു കൂട്ടിക്കോളൂ എല്ലാ കാര്യത്തിലും. നിങ്ങൾ പത്രക്കാർക്കോ അല്ലെങ്കിൽ സഹാക്കന്മാരോടൊന്നും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യം, അതിൻ്റെ ബാധ്യത ഞങ്ങൾക്കില്ല, പ്രത്യേകിച്ച് സതീശേട്ടന്. അപ്പോൾ സതീശേട്ടാ എല്ലാവിധ പിന്തുണയും. നമുക്ക് ഈ പ്രളയം നമുക്ക് കൊഴുപ്പിക്കണം. കുറച്ചും കൂടി ഫണ്ടൊക്കെ പിന്നെ ആൾക്കാരോടെ സംഭാവന പിരിക്കണം. നമ്മൾ KPCCക്ക് കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഇനി എന്താ വേണ്ടി വെച്ചാൽ ഈ പ്രളയത്തിൻ്റെ പേരിൽ കുറച്ച് രസീത് ബുക്കൊക്കെ കൊണ്ട് അടിച്ച് പിന്നെ 5000 റെസീറ്റ് ബുക്കാണ്ട് അടിക്കാം. എന്നിട്ട് എല്ലാ വാർഡിലും കൊടുത്ത് പിരിവൊക്കെ നടത്തി നമ്മൾ KPCCയുടെ വീട് കൊടുക്കും, പിന്നെ പൊളിഞ്ഞാടിയ വീടുകൾ കെട്ടിക്കൊടുക്കും. പക്ഷെ അതൊക്കെ രഹസ്യം കേട്ടോ. ഇതൊന്നും പിന്നെ പുറത്തേക്ക് കാണാൻ പാടില്ല. നമ്മളെ മയൻ്റെ കൊട്ടാരം ഉണ്ടാക്കിയല്ലോ ഇന്ദ്രപ്രസ്ഥം, അതേപോലെയാണ് ഞങ്ങളെ പരിപാടികൾ. നമ്മളെ KPCCയുടെ പരിപാടി അതാണ്. അതിൻ്റെ നേതാവാണ് നമ്മളെ സതീശേട്ടൻ. സതീശേട്ടനെ ഇക്കാര്യത്തിൽ രഹസ്യങ്ങളുടെ രാജകുമാരനാണ്. അദ്ദേഹത്തെ വെല്ലാൻ ലോകത്ത് ആർക്കും കഴിയില്ല.